ബക്കറ്റ് ചിക്കനൊക്കെ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയില്ലേ? നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? നമുക്കിന്നൊരു ബക്കറ്റ് ഫിഷ് ചെയ്ത് നോക്കാം. ഒരു ചേഞ്ചൊക്കെ വേണ്ടേ? അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു ചെറിയ കുഴിയിൽ വളരെ കനം കുറഞ്ഞൊരു കമ്പി ഒന്ന് കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു വാഴയില ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ 2 വാഴയില ഇതിനകത്തോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കമ്പിയുടെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങാനീര്, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത ഫിഷാണ്. ഫിഷ് നന്നായിട്ട് നമ്മൾ വരഞ്ഞു കൊടുക്കണം, എന്നിട്ട് നമ്മൾ അരപ്പൊക്കെ തേക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് പതിയെ ഇത് നമ്മുടെ കമ്പിയിലോട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. വളരെ പയ്യെ ഇറക്കി വെച്ച് കൊടുക്കാവുള്ളൂ. ചിക്കനല്ല, മീനായതുകൊണ്ട് പൊടിഞ്ഞു പോകാതെ സൂക്ഷിച്ച് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒരു കെട്ടുകമ്പി ഉപയോഗിച്ച് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. മുകളിലും താഴെയും അങ്ങനെ ഒന്ന് നല്ലതുപോലെ കെട്ടിക്കൊടുക്കണം. ഇനി നമുക്കിത് ബക്കറ്റ് വെച്ചൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഒന്ന് അടുക്കി കൊടുക്കണം. ഇനി ഒരു വെയിറ്റും കൂടി ഇതിൻ്റെ പുറത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് വിറക് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തീ കൊടുക്കാം. നന്നായിട്ട് തീ കൊടുക്കണം. ഒരു നല്ല തീയാണെങ്കിൽ ഏകദേശം ഒരു 10-20 മിനിറ്റ് മതിയാകും. എല്ലാ സൈഡിലും നന്നായിട്ട് തീ കിട്ടുവാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ഒരു 35-40 മിനിറ്റെങ്കിലും എടുക്കും. ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ഫിഷിനൊപ്പം നമ്മളിവിടെ കുറച്ച് കപ്പയും ചമ്മന്തി എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കപ്പയും ബക്കറ്റ് ഫിഷും എല്ലാം കൂടി കൂട്ടി നമുക്കൊന്ന് ആഞ്ഞു പിടിച്ചാലോ? നല്ല ഉഷാറ് ടേസ്റ്റാണ്. ഇത് നമ്മുടെ ബ്രോസിൻ്റെ കലാപരിപാടിയാണ് കേട്ടോ. എന്തായാലും സംഭവം പൊളിച്ചു. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.